കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ നമുക്ക് 40ഓളം സ്കൂളിൽ നിന്നും ഏകദേശം 12,000 കുട്ടികളൊക്കെ മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ കലോത്സവം. ഒക്ടോബർ 30, 31 തീയതികളിൽ, അതുപോലെ തന്നെ നവംബർ 3, 4, 5 തീയതികളിലുമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഇതിൻ്റെ ഏകദേശം പണികളൊക്കെ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഉപജില്ലാ കലോത്സവം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയുണ്ടാവും. നമ്മുടെ കാസർഗോഡ് നഗരപ്രദേശത്ത് നിന്ന് സ്കൂളിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നടത്തേണ്ട ഒരു സംവിധാനമാണ്. ആ ഒരു അഭ്യർത്ഥനയും കൂടി നടത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇതിന് വലിയ സാമ്പത്തിക സഹകരണങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. വലിയ സാമ്പത്തികമാണെന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തികമാണ്. ജില്ലാ കലോത്സവത്തിനേക്കാളും കൂടുതൽ ചെലവ് വരുന്നത് നമ്മുടെ സബ്ജില്ലാ കലോത്സവത്തിലാണ്. അതിന് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന പണം എത്രയാണെന്നുള്ളത് പത്രക്കാർക്ക് തീർച്ചയായും അറിയാം. അതല്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം, പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളുടെ സഹായ സഹകരണം, അവർ നടത്തുന്ന എല്ലാ കാര്യങ്ങളും കുറിച്ച് കൃത്യമായിട്ട് ഒരു അറിവ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം, കലോത്സവം ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒരുക്കങ്ങളിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ഈ നോട്ടീസിൽ ഈ റൈറ്റപ്പിലുണ്ട് കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നില്ല. ഉദ്ഘാടനം നവംബർ 3-ാം തീയതി 3 മണിക്കാണ്. സമാപനം 5-ാം തീയതിയാണ്. അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നത്. കുട്ടികളുടെ സംഖ്യ തന്നെ പറഞ്ഞു എത്ര പേരുണ്ട്. കൂടുതൽ ഓരോ വർഷവും കൂടുതൽ നമ്മുടെ കുട്ടികൾ കൂടുന്നുണ്ട്. സബ് ജില്ല നമുക്കറിയാം 140ഓളം സ്കൂളുകളുണ്ട്. അത് വലിയ സബ് ജില്ലയിൽ മാത്രമല്ല, നമുക്ക് കേരളത്തിൽ തന്നെ വലിയ സബ് ജില്ല എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു പണപ്പിരിവിന്റെ കാര്യത്തിലും നമുക്ക് ആശങ്ക ഉണ്ട്. ഏതായാലും 5 ദിവസത്തെ ഈ ഇതിൽ 10,000